നമസ്കാരം. അപ്പോൾ നമ്മുടെ 2 ചാപ്റ്ററുകൾ കഴിഞ്ഞു. മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററും പിന്നീട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററും, അങ്ങനെ 2 ചാപ്റ്ററുകൾ നമ്മൾ അവസാനിച്ചു. നമ്മൾ ഇന്ന് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ഡിറ്റർമിനൻസ്. എന്താണ് ഡിറ്റർമിനന്റ്, അല്ലെങ്കിൽ ഡിറ്റർമിനന്റ് എന്താണ് എന്ന് പറയുന്നൊപ്പം ആർക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്? മെട്രിക്സിന്റെ കണ്ടിന്യൂഷൻ ആണ് ഡിറ്റർമിനന്റ്. അപ്പോൾ മെട്രിക്സിൽ ആർക്കാണ്, ഏതൊക്കെ മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്? അതൊരു ചോദ്യം. രണ്ടാമതൊരു ചോദ്യം, എന്താണ് ഡിറ്റർമിനന്റ്? അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് ആൻസർ ആദ്യം പറയാം. ആർക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളതെന്ന് വെച്ചാൽ മെട്രിക്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാ മെട്രിക്സുകൾക്കും ഡിറ്റർമിനന്റ് ഇല്ല. ഓൺലി സ്ക്വയർ മെട്രിക്സുകൾക്ക്, അതായത് ഓൺലി സ്ക്വയർ മെട്രിക്സ് ഹാവ് ഡിറ്റർമിനന്റ്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനന്റ് ഉള്ളൂ. നമ്മൾ പലതരത്തിലുള്ള മെട്രിക്സ് പഠിച്ചു. റോ മെട്രിക്സ്, കോളം മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്ക്വയർ മെട്രിക്സിന് ബേസ് ചെയ്താണ് ഡയഗണൽ മെട്രിക്സും, അതുപോലെ നമ്മൾ യൂണിറ്റ് മെട്രിക്സും, അതുപോലെ തന്നെ നമ്മൾ പിന്നെ സീറോ മെട്രിക്സും ഒക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ ഡിറ്റർമിനൻസ് ഉള്ളൂ. ഇനി ഡിറ്റർമിനന്റ് എന്താണെന്ന് ചോദിച്ചാൽ അതൊരു നമ്പറാണ്. മെട്രിക്സ് അല്ല, ഡിറ്റർമിനന്റ് എന്താണ്? ഒരു നമ്പറാണ്. നമ്പർ എന്ന് പറയുമ്പോൾ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിട്ടുള്ള നമ്പറാണ്. അപ്പോൾ ആർക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളതെന്ന് വെച്ചാൽ സ്ക്വയർ മെട്രിക്സുകൾക്കാണ് ഡിറ്റർമിനന്റ് ഉള്ളത്. അങ്ങനെ ഡിറ്റർമിനന്റ് എന്ന് പറയുന്നത് നമ്പറാണ്. അപ്പോൾ ഡിറ്റർമിനന്റിനെ കുറിച്ച് നമുക്ക് പറയാം, ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്കൊരു നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്. To every square matrix, capital A, we can associate a number, real or complex, is said to be determinant. That is called determinant. അപ്പോൾ ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും, ഏതൊരു സ്ക്വയർ മെട്രിക്സ് അതിലൊരു നമ്പറായിട്ട് നമുക്ക് അസോസിയേറ്റ് ചെയ്യാം. അങ്ങനെ നമ്പറായിട്ട് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്പർ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കും, റിയൽ ഓർ കോംപ്ലക്സ്. ആ നമ്പറിനെ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്. To every square matrix capital A, we can associate a number, real or complex. Real or complex is called determinant. And determinant നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ആണ് ഇങ്ങനെയാണ്. ഇതിനെ റീഡ് ചെയ്യേണ്ടത് read as determinant of A, not to modulus of A. The modulus അല്ല, not to modulus of A. The modulus എന്നല്ല നമ്മൾ റീഡ് ചെയ്യേണ്ടത്, determinant of A ആണ്. ഒന്നുകൂടെ പറയുന്നു, ഒന്ന് കുറിച്ചോളൂ എല്ലാവരും. ഡിറ്റർമിനന്റ് എന്ന് എഴുതിയിട്ട് സബ്വേർഡിങ് വീണ്ടും ഡിറ്റർമിനന്റ് കുറിച്ചോളൂ. ടു എവറി സ്ക്വയർ മെട്രിക്സ്, ടു എവറി സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ, we can associate a number, we can associate a number bracket real or complex are called determinants. Note number 1, only square matrices have determinants. Only square matrices have determinants. ഞാൻ ഇതിന്റെ വാല്യൂസ് ഒന്ന് സൈസ് അത് വീഡിയോ വൈറ്റ് പറയാൻ ഞാൻ വൈറ്റിനെ കുറിച്ച് പറയാം. അവരെപ്പോഴും ഓക്കെ ശരി. Okay. അവിടെ to every square matrix have determinants. Sorry, only square matrix have determinants. അടുത്ത നോട്ട് കഴിഞ്ഞ എഴുതാം. എഴുതിയിട്ട് read as determinant of A. Read as determinant of A.
ഡിറ്റർമിനന്റ് ഓഫ് എ. വീണ്ടും കോമ കൊടുത്തിട്ട് അത് വേണ്ട ആൻഡ് നോട്ട് മോഡുലസ് ഓഫ് എ. ഇത് നമ്മൾ റീഡ് ചെയ്യുന്ന മോഡുലസ് ഓഫ് എ എന്നല്ല ഡിറ്റർമിനന്റ് ഓഫ് എ എന്നാണ്. ആൻഡ് നോട്ട് മോഡുലസ് ഓഫ് എ. നോട്ട് മോഡുലസ് ഓഫ് എ. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓർഡർ 1 ആണെങ്കിൽ ഓർഡർ 1 എന്ന് ഒരു റോയും ഒരു കോളവും. അങ്ങനെ എ സമം മെട്രിക്സ് എ ഉണ്ട്. ഇതിന്റെ ഡിറ്റർമിനന്റ് ഡിനോട്ട് ചെയ്യാൻ ഡിറ്റർമിനന്റ്. അപ്പോൾ ഇത് ഡിറ്റർമിനന്റ്. ദാറ്റ് മീൻസ് ആ നമ്പർ എ എങ്കിൽ എ. അപ്പോൾ ഒരു എക്സാമ്പിൾ എ സമം മെട്രിക്സ് 3 ഡിറ്റർമിനന്റ് എ സമം ഡിറ്റർമിനന്റ് 3 സമം. അടുത്ത ബി സമം മെട്രിക്സ് -5 ഡിറ്റർമിനന്റ് ബി സമം ഡിറ്റർമിനന്റ് -5. എന്താണ് ഈ ആൻസർ? -5 അല്ല 5 അല്ല, മോഡുലസ് അല്ല. ആ നമ്പർ തന്നെ ഓർഡർ 1 ആണെങ്കിൽ ആ നമ്പർ തന്നെ ആയിരിക്കും ഡിറ്റർമിനന്റ്. ഓക്കെ, അപ്പോൾ -5 തെറ്റിപ്പോലെ -5. അതായത് ഓർഡർ 1 നേരിട്ട് എക്സാമ്പിൾസ് ഉണ്ട്. അടുത്ത ഓർഡർ 2 ആണ്. ഓർഡർ 2 എന്നാൽ എങ്ങനെ ചെയ്യാം? ഓർഡർ 2 ന്നത് ഓർഡർ 2 എ സമം മെട്രിക്സ് A11 A12 A21 A22. ഫസ്റ്റ് റോ സെക്കൻഡ് റോ. ഫസ്റ്റ് റോയുടെ ഫസ്റ്റ് എലമെന്റ് ഫസ്റ്റ് റോയുടെ സെക്കൻഡ് എലമെന്റ്, സെക്കൻഡ് റോയുടെ ഫസ്റ്റ് എലമെന്റ് സെക്കൻഡ് റോയുടെ സെക്കൻഡ് എലമെന്റ്. ഓർഡർ 2 രണ്ട് റോസും രണ്ട് കോളംസ്. അപ്പോൾ ഡിറ്റർമിനന്റ് നമുക്ക് ഡെൽറ്റ എന്ന് ഡിനോട്ട് ചെയ്യാം. നമ്മൾ നേരത്തെ എഴുതിയപ്പോൾ ഡിറ്റർമിനന്റ് നമുക്ക് അവിടെ ഡെഫിനിഷൻ എഴുതി. അതായത് ടു എവറി സ്ക്വയർ മെട്രിക്സ് ക്യാപിറ്റൽ എ വി ക്യാൻ അസോസിയേറ്റ് എ നമ്പർ റിയൽ ഓർ കോംപ്ലക്സ് നേരിട്ട് ഓർ കോൺസ്റ്റന്റ് ഡിറ്റർമിനൻസ് തൊട്ട് എഴുതിക്കൊണ്ടോ. ആൻഡ് ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ അവിടെ എഴുതി പോകണം. And it is denoted by delta. അത് ഡിറ്റർമിനന്റ് ഓർ ഡിറ്റർമിനന്റ് രണ്ടും കൂടി ഓർ ഡിറ്റർമിനന്റ് ഡെറ്റ് ഓഫ് എ. ഇതും ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്. ഇതിനെ മൂന്ന് രീതിയിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം. and is denoted by delta or determinant or det. That means determinant of a. അത് കൂടെ പഠിച്ചോളാം. ഇപ്പോൾ ഓർഡർ 2 വരുമ്പോൾ എന്ത് വരും എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് എസ് സമം ഡിറ്റർമിനന്റ് A11 A12 A21 A22. ഇതിനെ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങനെ ക്രോസ് ആണ് മൾട്ടിപ്ലൈ, പിന്നെ മൈനസ് ഇങ്ങനെ ഒന്നുകൂടെ പറയാം. നോക്കിയോ, ഇങ്ങനെ ക്രോസ് ആണ് മൾട്ടിപ്ലൈ, പിന്നെ മൈനസ് ഇങ്ങനെ. അപ്പോൾ ആൻസർ A11 A22 കണ്ടാ മൈനസ് A21 A12. example A സമം matrix 2305 determinant A സമം determinant 2305 ഇങ്ങനെ മൾട്ടിപ്ലൈ മൈനസ് 2 into 5 minus 0 into 3 10 minus 1 സമം 10 നമ്പർ കിട്ടിയാണ്. അപ്പോൾ ഈ ഒരു സ്ക്വയർ മാട്രിക്സ് നമ്മൾ നമ്പർ ആക്കി മാറ്റിയില്ലേ. അപ്പോൾ നമുക്ക് ഏതൊരു സ്ക്വയർ മാട്രിക്സിനെ ഒരു നമ്പർ ആയിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. ആ നമ്പർ വിളിക്കുന്ന പേരാണ് ഡിറ്റർമിനന്റ്. അനദർ എക്സാമ്പിൾ ഡിറ്റർമിനന്റ് ഡെൽറ്റ സമം ഡിറ്റർമിനന്റ് 5 minus 1 7 8. നമുക്ക് നോക്കാം 40 മൈനസ് 40 പ്ലസ് 7 സമം 47 നമ്പർ കിട്ടി. ഓക്കെ, അടുത്ത ഡിറ്റർമിനന്റ് cos theta minus sin theta cos theta. cos theta minus sin theta
അടുത്ത സൈൻ തീറ്റ കോസ് തീറ്റ. ക്രോസ് ചെയ്യാം. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. അപ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. വാട്ട് ഈസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ? 1. cos square theta plus sin square theta. അടുത്ത ഡിറ്റർമിനന്റ് log a to the base b log c to the base d log d to the base c log b to the base a. നമ്മൾ ലാസ്റ്റ് ഓഫ് ലോഗരിതം നമ്മൾ പഠിച്ചിട്ടുണ്ട്. log a to the base b എന്ന് പറഞ്ഞാൽ log a by log b എന്നാണ്. അതുപോലെ log a by log b കൊടുത്തിട്ടുണ്ട്. log a to the base b means log a by log b. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം, ഇത് ഞാൻ ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ log a to the base b into log b to the base a minus log d to the base c into log c to the base b. log a to the base b നമുക്ക് എഴുതാം log a by log b into ഇത് നമുക്ക് എഴുതാം log b by log a മൈനസ് ഇത് നമുക്ക് എഴുതാം log d by log c. ഇത് നമുക്ക് എഴുതാം log c by log d. log b cancel, log a cancel, log d cancel, log c cancel. ഇത് cancel ആയി 1 വരും. 1 minus 1 0. കുറിച്ചോളൂ. ഇത് ഈ റിസൾട്ട് സൈഡിൽ നിന്ന് കുറിച്ചിട്ടാണ് log a to the base b log a by log b. ഓക്കെ, അടുത്ത ഇതേ സ്റ്റേറ്റ് ക്വസ്റ്റ്യൻ അടുത്ത നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി തരികയാണ്. log ഡിറ്റർമിനന്റ് log 2 to the base 3 log 5 to the base 4 log 4 to the base 5 log 3 to the base 2 ചെയ്തുകൊണ്ടാണ്. ഇത് log 2 by log 3 എന്ന് വരും. ഇത് log 3 by log 2 വരും. ക്രോസ് ചെയ്യും. ഇത് log 4 by log 5 ഇത് log 5 by log 4 ചെയ്തു. അടുത്ത ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് x minus 1 x square plus 1 1 x plus 1 ഞാൻ ക്വസ്റ്റ്യൻ ഇതിങ്ങനെ ക്രോസ് ചെയ്തു. അപ്പോൾ x minus 1 into x plus 1 minus 1 കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ x square plus 1. x minus 1 into x plus 1 എന്ന് പറയുന്നത് x square minus 1 minus x square minus 1 x square minus x square cancel minus 2. ഒന്നുകൂടി x minus 1 into x plus 1 x minus 1 into x plus 1 x square minus 1 minus of x square plus 1. അപ്പോൾ minus x square minus 1 x square minus x square cancel minus 1 minus 1 minus 2. സോൾവ് എന്ന് പറഞ്ഞ് നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ സോൾവ് എന്ന് പറഞ്ഞാൽ എക്സ് ഉണ്ടെങ്കിൽ എക്സ് ഡിപ്പെൻഡ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാവുന്നതാണ്. ഡിറ്റർമിനന്റ് 2x 5 4 ഡിറ്റർമിനന്റ്
7012. നോക്കാം. 8 ഡിറ്റർമിനന്റ് ഈക്വൽ ആണ്. 8 minus 5x equal to 14 minus 7. ഇത് ലെഫ്റ്റ് വന്നു, ഞങ്ങൾ റൈറ്റ് പോകും. അപ്പോൾ 8 minus 14 is equal to 5x. അപ്പോൾ നമുക്ക് പറയാം -6, ശരിയല്ലേ? -6 is equal to 5x. Left is equal to right, and 5x is equal to -6. അപ്പോൾ x equal to -6/5. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ സോൾവ്. Determined 734x equal to determined x 236. x ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. 7x minus 12 equal to 6x minus 6. അപ്പോൾ നമുക്ക് പറയാം ഈ 6x ലെഫ്റ്റ് വന്ന് നമുക്ക് റൈറ്റ് പോകും. അപ്പോൾ 7x minus 6x equal to റൈറ്റ് പോകും 12 minus 6. 7x and 6x of x is equal to 6. Okay. അടുത്ത ക്വസ്റ്റ്യൻ. Show that നോക്കിക്കട്ടെ. If എഴുതിക്കോളൂ. If A is equal to matrix 2 3 4 5. If capital A is equal to matrix 2 3 4 5, then show that determinant 2A is equal to 4 into determinant. Determinant 2A is equal to 4 into determinant. Determinant 2A is equal to 4 into determinant. അപ്പോൾ ഇതാണ് നമുക്ക് ഷോ ചെയ്യേണ്ടത്. ആദ്യം നമുക്ക് 2A കണ്ടുപിടിക്കാം, എന്നിട്ട് അതിന് ഡിറ്റർമിനന്റ് A ആണ് ഈ കാണുന്നത്. അപ്പോൾ 2A എന്ന് പറയുമ്പോൾ 2A സമം 2 into matrix 2 3 4 5. ഇത് സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്കറിയാം സ്കെയിലാറുകളുടെ മെട്രിക്സ് ഉള്ള എല്ലാ എലമെന്റുകളെയും മൾട്ടിപ്ലൈ ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4 6 8 10. ഇതാണ് 2A. ഇനി 2A ഡിറ്റർമിനന്റ് എടുക്കാം. ഡിറ്റർമിനന്റ് 2A സമം ഡിറ്റർമിനന്റ് 4 6 8 10 40 minus 48. 40 എന്ന് 48 കുറയ്ക്കുമ്പോൾ -8. കാൾ നമ്പർ 1. ഇനി നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഡിറ്റർമിനന്റ് സമം ഡിറ്റർമിനന്റ് 2 3 4 5 10 minus 12 സമം -10. 4 into determinant 4 into -2 സമം -8. രണ്ട് സെയിം ആയിട്ട് നമുക്ക് പറയാം from 1 and 2 are same, hence determinant 2A is equal to 4 into determinant. ഇത് എക്സാമിന് ചോദിച്ചുള്ള ചോദ്യമാണ്. നമ്മൾ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്തൊക്കെയെന്ന് വെച്ചാൽ എന്താണ് ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് ഒരു നമ്പർ ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം, റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ്. To every square matrix capital A, we can associate a number, real or complex, are said to be are called determinants. Determinants നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഡെൽറ്റ എന്നോ അല്ലെങ്കിൽ A ആണ് മെട്രിക്സ് എങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എന്നോ അല്ലെങ്കിൽ ഡെൽറ്റ ഓഫ് K ഇങ്ങനെ മൂന്ന് ഏതുവാണെങ്കിലും നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഇനി അടുത്തൊരു നോട്ട് നമ്മൾ പറഞ്ഞ എത്രയേ ഉള്ളൂ, ഓൺലി സ്ക്വയർ മെട്രിക്സ് ഹാവ് ഡിറ്റർമിനൻസ്. സ്ക്വയർ മെട്രിക്സുകൾക്ക് മാത്രമേ എന്തുള്ളൂ, ഡിറ്റർമിനൻസ് ഉള്ളൂ. ഇനി ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മൾ റീഡ് ചെയ്യുന്ന ഡിറ്റർമിനന്റ് ഓഫ് A ആണ്, അല്ല നോട്ട് മോഡുലസ് ഓഫ് A. പിന്നെ മോഡുലസ് ഓഫ് A ആണല്ല, ഡിറ്റർമിനന്റ് ഓഫ് A ആണ് ഡിനോട്ട് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഓർഡർ 1 ആണെങ്കിൽ
ഓർഡർ 1 ആയിട്ടുള്ള ഒരു മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ആ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ഡിറ്റർമിനന്റ്. ഇപ്പോ A സമം മെട്രിക്സ് 5. അപ്പോൾ ഡിറ്റർമിനന്റ് A സമം എന്തായിരിക്കും? ഡിറ്റർമിനന്റ് 5. ദാറ്റ് മീൻസ് 5. ആ നമ്പർ തന്നെയാണ്. ഇനി ഓർഡർ 2 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഓർഡർ 2 ആണെങ്കിൽ A സമം മെട്രിക്സ് ഇപ്പോൾ A11 A12 A21 A22 ഓർഡർ 2 ആണ്. അങ്ങനെ ഡിറ്റർമിനന്റ് A സമം ഡിറ്റർമിനന്റ് A11 A12 A21 A22 നമ്മൾ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ മൈനസ് ചെയ്യും. അപ്പോൾ A11 A22 മൈനസ് A21 A12 പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നമ്മൾ പറയുന്നത്. ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ പ്രോബ്ലംസ് പറഞ്ഞു, പിന്നെ സോൾവ് ചെയ്യാൻ പറഞ്ഞു, ആ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ നമ്മൾ അവസാനം പറഞ്ഞത് ഷോ 30 എന്ന് പറഞ്ഞ പ്രോബ്ലം വിളിച്ചത്. ഇത്രയും മതി ഇന്നത്തെ ക്ലാസ് അവസാനിക്കും. ഓക്കെ.